ഹേ ഗൈസ്, അപ്പോൾ 30 ഡേയ്സ് ചലഞ്ചിൻ്റെ ഡേ 7 ആണ്. അത് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാനും അമ്മയും കൂടി വിചാരിച്ചു എന്താ അമ്പലത്തിൽ പോകാമെന്ന്. അപ്പോൾ കുറച്ച് നാളായി ഞാൻ അമ്പലത്തിൽ പോയിട്ട്. അമ്മ ലൈക്ക് എപ്പോൾ സമയം കിട്ടിയാലും അമ്പലത്തിലൊക്കെ പോകാൻ നോക്കാറുണ്ട്. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് അമ്മ അമ്പലത്തിൽ പോകാനൊക്കെ നോക്കാറുണ്ട്. ഞാൻ പോയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തപ്പൻ്റെ അടുത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആ അമ്പലത്തിൽ പോയിട്ടാണെങ്കിലും കുറച്ചധികം നാളായി. ഞാൻ വേറെ എൻ്റെ നാട്ടിലൊക്കെ പോയാലും അമ്പലത്തിലൊക്കെ പോകുന്നതുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പോയിട്ട് കുറച്ചധികം നാളായി. അപ്പോൾ ഈ വർഷം തന്നെ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചത്തോളം ആയിട്ടുണ്ട്. ഒരാഴ്ച ആയപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം കുറച്ചും കൂടെ ഞാൻ പ്രൊഡക്റ്റീവായി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഈ വീഡിയോ ഇടേണ്ട ആ ഒരു പ്രഷർ എനിക്കുള്ളത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കുകയും വേണം, അപ്ലോഡ് ചെയ്യാൻ വേണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചലഞ്ച് ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഇപ്പോൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നോട്ട് ഉണ്ടാക്കുകയാണ്. എനിക്ക് എൻ്റെ എക്സാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തിൻ്റെ എക്സാം ആയിരുന്നു? എക്കണോമിക്സ് 4th ചാപ്റ്ററിൻ്റെ എക്സാം ആയിരുന്നു. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയുടെ എക്സാം ആയിരുന്നു. അത് ഞങ്ങളുടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാറ്റി വെച്ച് കുറച്ച് ദിവസം ആയിട്ടുണ്ട് അത് നടത്തിയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് അത് പറ്റുന്നില്ല. എന്തോ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പിടിക്കുന്നില്ല. പിന്നെ ഞാനത് മാറ്റി വെച്ചിട്ട് നോർമലി എൻ്റെ സാറ് തന്നിട്ടുള്ള നോട്ട് നോക്കിയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഇപ്പം 10th ഗ്രേഡേഴ്സ് വല്ല ഇത് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ കോമേഴ്സാണ് എടുക്കുന്നതെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കരുത്. അത് ഭയങ്കര വേസ്റ്റാണ്. ബിസിനസ്സിന് വേണമെങ്കിൽ വാങ്ങിച്ചോ, IPക്ക് വാങ്ങിച്ചോ, ഇംഗ്ലീഷിന് വാങ്ങിച്ചോ. ഇത് മൂന്നും നിങ്ങൾ വാങ്ങിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ളതിന് ഇപ്പോൾ എക്കണോമിക്സ്, അക്കൗണ്ടൻസി വായിച്ചാലും കുഴപ്പമില്ല. പക്ഷേ എക്കണോമിക്സിന് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും മിക്കവാറും വരുന്നത്. എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സാറ് എന്തെങ്കിലും നോട്ട് പഠിച്ചിട്ടാണ് എനിക്ക് കുറച്ചും കൂടെ കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ചില ചാപ്റ്റേഴ്സ് ഇപ്പോൾ എനിക്ക് സെക്കൻഡ് ചാപ്റ്ററോ തേർഡ് ചാപ്റ്ററോ ഒന്നും നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ പിന്നെ കുഴപ്പമില്ല, തേർഡ് ചാപ്റ്ററോ ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കുറേ വലിച്ചു വാഴി എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ഏതാ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്ന് പോലും മനസ്സിലാവില്ല. ഭയങ്കര ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ആവശ്യമില്ലാത്ത രീതിയിലൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ വേറെ ബുക്ക് വാങ്ങിക്കലാണ്. ഞാൻ എന്തായാലും എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം. നെക്സ്റ്റ് വരാൻ പോകുന്ന വീഡിയോയിൽ ഞാൻ ഏത് ബുക്കാണ് പ്രോപ്പർലി വേണ്ടതെന്നും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞുതരാം. NCERTക്ക് പകരം നിങ്ങൾക്കൊരു റെഫറൻസ് ബുക്കായിട്ടോ അല്ലെങ്കിൽ ഗൈഡായിട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്സൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ കൊമേഴ്സ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും NCERT ഒരിക്കലും ഞാൻ പറയില്ല, റെക്കമെൻഡ് ചെയ്യില്ല. IPക്കും ഇംഗ്ലീഷിനും ഓഫ്കോഴ്സ് നമുക്ക് NCERT തന്നെ വേണം. ഹോൺബിലും സ്നാപ്ഷോട്ടും തന്നെ ഇംഗ്ലീഷിന് വേണം. അതുപോലെ തന്നെ IPക്ക് അതിൻ്റെ തന്നെ ബുക്ക് വേണം. പക്ഷേ ബാക്കിയുള്ളതിനൊന്നും ഞാൻ ഇത് തന്നെ പറയില്ല. NCERT തന്നെ വാങ്ങിക്കണം എന്നൊരിക്കലും ഞാൻ പറയില്ല. പിന്നെ എനിക്ക് ആ ടൈമിൽ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതിൻ്റെ പ്ലാനറിൽ കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടായിരുന്നു. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ട് പോവാണ്. പിന്നെ ഞാൻ ഇത് സൺഡേ ആണ് ചെയ്തത്. മൺഡേ എക്സാം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൺഡേ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മൺഡേ എക്സാം എഴുതിപ്പിച്ചില്ല, വെറുതെ ഞാൻ അങ്ങോട്ട് എഴുതിക്കൊണ്ട് പോയി. പിന്നെ എൻ്റെ എക്കണോമിക്സിൻ്റെ ഹോംവർക്ക് ഉണ്ടായിരുന്നു. എക്കണോമിക്സിൻ്റെ ഹോംവർക്ക് സബ്മിഷൻ മൺഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിരുന്ന് എഴുതാമെന്ന്. അത് ഞാൻ എഴുതി ലാസ്റ്റ് ഞാൻ മടുത്തിട്ട് ഞാൻ നിർത്തിയിട്ട് ബാക്കിയുള്ള അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്കൂളിൽ പോയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കാരണം ഒത്തിരി ഉണ്ടായിരുന്നു എഴുതാനായിട്ട്. ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ അത് മനസ്സിലാക്കിയില്ല. പിന്നെ എഴുതി ലാസ്റ്റ് മടുക്കാൻ തുടങ്ങി. എനിക്കിങ്ങനെ ഒത്തിരി എഴുതുന്ന ഒട്ടും ഇഷ്ടമുള്ള പരിപാടിയാണ്. പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയായിരുന്നു. ഞാനിപ്പോൾ പഠിച്ച ചാപ്റ്ററിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. MCQസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി വെച്ചു, ഇതായിരിക്കും ആൻസർ അല്ലെങ്കിൽ അതായിരിക്കും ആൻസർ എന്ന്. മിക്കതും തെറ്റിപ്പോയി. MCQസ് എനിക്ക് മനസ്സിലായി എനിക്ക് കയ്യിൽ ഒതുങ്ങുന്നില്ലെന്ന്. സാറ് എന്തെങ്കിലും നോട്ടാണ് ഞാൻ കൂടുതലായിട്ടും പിന്നെ എക്കണോമിക്സിന് കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുന്നത്. ബാക്കി മിക്ക സബ്ജക്റ്റിനും ടീച്ചേഴ്സ് തരുന്ന നോട്ടാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. ഇംഗ്ലീഷിനും IPക്കും മാത്രം ഞാൻ ടെക്സ്റ്റ് ബുക്സ് ആണ് റെഫർ ചെയ്യുന്നത്. ബാക്കി എല്ലാ 3 സബ്ജക്റ്റും ടീച്ചേഴ്സ് തരുന്ന നോട്ടും. ഇങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് NCERT യൂസ്ഫുൾ ആയിരിക്കും. ഞാനത് മിക്ക വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. NCERT യൂസ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. ബാക്കി കൊമേഴ്സിന് ഞാൻ ഒരിക്കലും പറയില്ല. എന്തായാലും നിങ്ങൾ
ബാക്കിയുള്ളവരുടെ ലൈക്ക് ചാനൽസ് ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അവരും ഒരിക്കലും NCERT ഒന്നും ആരും റെക്കമെൻഡ് ചെയ്യില്ല കൊമേഴ്സുകാർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇവിടെ വേറെ ബാച്ചുകളും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ട്യൂഷനും പോകുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ റിയലൈസ് ചെയ്യുന്നത് എൻ്റെ ടെക്സ്റ്റ് ബുക്കിലും പിന്നെ ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളിലുമാണ്. അപ്പം നിങ്ങൾ എന്നെപ്പോലെ അത് ചെയ്യുകയാണെങ്കിൽ ടീച്ചേഴ്സ് എന്താണോ ക്ലാസ്സിൽ പറയുന്നത് അത് കുറച്ചും കൂടെ അറ്റൻറ്റീവായിട്ട് ശ്രദ്ധിച്ചിരിക്കാനും കൂടെ ശ്രദ്ധിക്കാം. ലൈക്ക് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കേട്ടും അത് മര്യാദയ്ക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് അതെല്ലാം സെറ്റാക്കി വെക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ അത്യാവശ്യം ടെൻഷനും മാറി കിട്ടും, മര്യാദയ്ക്ക് പഠിക്കാനും പറ്റും. നോട്ട് കംപ്ലീറ്റ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് ക്ലാസ്സിലായാലും നോട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ പകുതി പ്രശ്നം തീർന്ന പോലെ നിങ്ങൾക്ക് തോന്നും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് പഠിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് നോട്ട് കംപ്ലീറ്റ് ചെയ്യലും അത് സബ്മിഷനൊക്കെ വരുന്നതെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതിനുശേഷം ഞാൻ രാത്രി ആയപ്പോഴേക്കും എൻ്റെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പയും മീൻകറിയും ഈ തോരനൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.